വേണ്ടാത്ത പണിയായിപ്പോയി. അതിപ്പോ പറഞ്ഞിട്ടെന്താ, മര്യാദക്ക് വല്ല സർക്കാർ ആശുപത്രിയിലും പ്രസവിച്ചാ മതിയേനി. ഓ പിന്നെ ഞമ്മളെ നിലക്കും വിലക്കും ഈറ്റ 5 സ്റ്റാർ ഹോസ്പിറ്റൽ തന്നെ പ്രസവിക്കണം. വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല, ഒന്നും കാണുന്നില്ല. എന്തായാലും അടുത്ത ആഴ്ച അഡ്മിറ്റ് ചെയ്തോളൂ. അല്ല ഡോക്ടറെ, സാധാരണ പ്രസവമാണെങ്കിൽ എത്ര രൂപ ചെലവ് വരും? അധികമൊന്നുമില്ല. ഞങ്ങളുടെ സൂട്ട് റൂമിൽ പ്രസവിക്കാൻ രൂപ 75,000 ചെലവുള്ളൂ. താങ്കളെപ്പോലെ അറിയപ്പെടുന്ന ഒരു പ്രതിഭയ്ക്ക് ഇതൊരു വലിയ സംഖ്യയല്ല എന്നറിയാം. ഏയ്, ഇത് വളരെ ചെറിയ സംഖ്യയല്ലേ. സന്തോഷം കൊണ്ട് ഞമ്മക്ക് കണ്ണെന്ന് വെള്ളം വരുന്നു. അടുത്ത ആഴ്ചത്തേക്ക് 75,000 റുപ്യ ഞമ്മൾ എവിടുന്ന് ഉണ്ടാക്കും പഠിച്ചോനെ? നിങ്ങളിത് കണ്ടോന്ന്? ഒരു സിനിമാ നടിയെ ഓളെ പ്രസവം ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തോന്ന്. ഇനി അത് ടിവിയിലെങ്ങാനും വരികയ്ക്കൂ. ഓ, ഞമ്മളും വായിച്ച്. ഓളൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടോ. ഇതിനൊക്കെ സമ്മതം മൂടിയ ആ മരങ്കോടൻ കെട്ടിയോനെ വേണം തല്ലാൻ. അല്ലേലും ഞമ്മക്കറിയാന്ന് ഓള് നല്ല നടിയാ. ഒന്ന് പോയാട്ട് അവിടുന്ന് മനസ്സിനാകെ വേജാറായിട്ടിരിക്കാണ്. അപ്പോഴാണ് ഓളൊരു ഗർഭകാലത്ത് ഭാര്യനെ സന്തോഷിപ്പിച്ച് നിർത്തലാണ് സ്നേഹമുള്ള ഭർത്താവ് ചെയ്യേണ്ടത്. അതൊക്കെ പണ്ട്. ഇപ്പം ഗർഭകാലത്ത് ഭാര്യ ഭർത്താവിനെയാണ് സന്തോഷിപ്പിച്ചിരിക്കേണ്ടത്. പല സർക്കാർ ആശുപത്രിയിലും പ്രസവിച്ചിട്ട് പൈസ ഉണ്ടാക്കാനുള്ള വഴി കിട്ടിപ്പോയി. സാർ, ഇത് ഞങ്ങളെ ചാനൽ തന്നെ തരണം. ഞങ്ങൾ 5 ലക്ഷം രൂപ തരാം. സർ, ഞാൻ KK TVയുടെ ആളാണ്. ഞങ്ങൾ ഇതിന്റെ എക്സ്പേർട്ടാണ്. ഞങ്ങളുടെ ചാനൽ സാറിന് 10 ലക്ഷം രൂപ തരും. ഇത് ഞങ്ങൾക്ക് തന്നെ കിട്ടണം. ഓ, ഇതെന്താപ്പ ഇവിടെ പത്രക്കാരും ടിവിക്കാരും ഒക്കെ? തൂറാവിയെ, എന്റെ പൊന്നുമുത്തേ, ഈയും കേട്ടതല്ലേ ഡോക്ടർ പറഞ്ഞത്? പ്രസവത്തിന് ആസ്പത്രി ചെലവ് മാത്രം വരും 75,000 റുപ്യ. പിന്നെ അല്ലറ ചില്ലറ ചെലവ് വേറെ. മൊത്തം 1 ലക്ഷം റുപ്യ എങ്ങനായാലും വരും. അതിനൊന്നുമില്ല. എന്റെ പ്രസവം ഈ TV ചാനലുകാർക്ക് ഷൂട്ട് ചെയ്യാൻ അനുവദിച്ചാൽ നമ്മക്ക് ചോദിക്കുന്ന കാശ് കിട്ടും. എന്റെ റബ്ബേ, ഇപ്പൊ മനസ്സിലായി എന്തുകൊണ്ടാണ് ആ സിനിമാ നടിന്റെ പ്രസവം ഷൂട്ട് ചെയ്തെന്ന്. നമ്മളെ പോലെ ആസ്പത്രി ചെലവിനുള്ള പൈസ ഓന്റെ ഉണ്ടാവൂലടി.